ഇപ്പോൾ ഇന്ത്യ എല്ലാ രാജ്യങ്ങൾക്കും വിശ്വസനീയമാകുന്ന തരത്തിലുള്ള തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അറിയാം, സൗദി അറേബ്യയിലായിരുന്നു. അദ്ദേഹം ആ സന്ദർശനമൊക്കെ വെട്ടിച്ചുരുക്കിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതിനുശേഷം പല ലോകരാഷ്ട്ര നേതാക്കന്മാരുമായിട്ടും നമ്മൾ ഫോണിലൂടെയും അല്ലാതെയും കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു. ഇതിനോടകം തന്നെ ഇസ്രയേൽ അതിൻ്റെ പരിപൂർണമായ പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും അവരുടെ പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള ഒരു ആക്രമണം നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സൈനികമായ നടപടി, ആണവായുധം ഉപയോഗിക്കുന്നതിനേക്കാൾ ശക്തിയുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്ന് ഇന്ത്യ തിരിച്ചറിയണം. അപ്പം നമ്മൾ കേവലം ഒരു ആയുധം ഉപയോഗിച്ചൊരു യുദ്ധത്തിലൂടെ പാകിസ്ഥാനെ നിലംപിരിച്ചാക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ തന്ത്രം. അതിനേക്കാൾ മികച്ച ആവനാഴിയിലെ അസ്ത്രങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.